ഈ പാലാഴി മഥനം എന്നത് പ്രപഞ്ചത്തിൽ അനസ്യൂതം കടയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചം തന്നെ ഒരു മിൽക്കി വേ, ഒരു കടൽ ഒരിങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് കടയുക എന്നാൽ അർത്ഥം, ഒരു വശത്ത് ശ്രദ്ധിക്കണം, ഒരു യൂണിവേഴ്സ് നശിച്ചു പോകുമ്പോൾ വേറൊരു യൂണിവേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഭൂമി പോയാൽ വേറൊരു ഭൂമി, ഒരു ശരീരം പോയാൽ ഇപ്പൊ നമ്മുടെ ശരീരം തന്നെ നോക്കൂ നിങ്ങൾ, കുറേ സെല്ലുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു, പുതിയ സെല്ലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എങ്ങനെ അനസ്യൂതം. ഇത് തന്നെയാണ് മനസ്സിലും ഉണ്ടാവേണ്ടത്. നല്ല 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 ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളും ഉണർന്നുണർന്ന് വരണം. മനസ്സിലായില്ലേ? വേണ്ടാത്തതിൻ്റെയൊക്കെ ശക്തി കുറയണം. അതിന് നമ്മൾ നാമജപാതി കടയൽ ഉള്ളിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ വേണ്ടാത്ത കാളകൂടത്തിന്റെ അലസതയും അവശതയും കുമിഞ്ഞുകൂടിയാൽ അമൃതം ഉണ്ടായിട്ടും, ഉറക്കെ പറയൂ, അമൃതം ഉണ്ടായിട്ടും കാര്യമില്ല. ഒരിക്കലൊരു വീട്ടില് ഒരു അച്ഛനും മകനും അമ്മയും മാത്രം, ഒരുപാട് ഭൂസ്വത്തുള്ളവരായി. അപ്പൊ ഈ കുട്ടിയുടെ അമ്മ പെട്ടെന്ന് മരിച്ചു. അമ്മയ്ക്കാണെങ്കിൽ അമ്മയുടെ സ്വത്ത് ഒരുപാടുണ്ട്. എല്ലാവർക്കും ദുഃഖമായി, എല്ലാവർക്കും, ഈ കുട്ടിക്കും ദുഃഖമായി. അത് കഴിഞ്ഞ് കാലം മുന്നോട്ട് പോയി, ഇവന്റെ അച്ഛനും മരിച്ചു, ഇവൻ ഒറ്റപ്പെട്ടു. ഇവൻ ഭയങ്കര ദുഃഖത്തിലേക്ക് പോയപ്പം ഒരാൾ വന്ന് ആശ്വസിച്ചു. നോക്കൂ, സത്യമാണ്, നഷ്ടമാണ്, കഷ്ടമാണ്, ബുദ്ധിമുട്ടാണ്. നേരത്തെ അമ്മയും പോയി, ഇപ്പം അച്ഛനൊക്കെ പോയി എന്നുള്ളത്. അപ്പം ഇവൻ പറഞ്ഞു, ഞാൻ അതിലൊന്നുമല്ല ദുഃഖിക്കുന്നത് എന്ന്. പിന്നെ എന്തിനാ ദുഃഖിക്കുന്നത്? അല്ല, എൻ്റെ അമ്മ മുത്തശ്ശി മരിച്ചപ്പോൾ അവരുടെ സ്വത്തൊക്കെ അനുഭവിക്കാൻ എൻ്റെ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സ്വത്തിന്റെ അനന്തരാവകാശി ആരായി? അമ്മ കഴിഞ്ഞാൽ പിന്നെ ഞാനായി. അതൊക്കെ എനിക്ക് എഴുതി വെച്ചു. അങ്ങനെയാണ് മുത്തശ്ശി പോയത്. അത് കഴിഞ്ഞ് അമ്മ മരിച്ചപ്പോ അമ്മയുടെ സ്വത്തും എനിക്ക് വന്നു. അത് കഴിഞ്ഞ് അച്ഛൻ മരിച്ചപ്പോ അച്ഛന്റെ സ്വത്തും അതെനിക്ക് വന്നു. എനിക്കിപ്പോ ആരുടെ സ്വത്ത് വരാനില്ലല്ലോ എന്നുള്ള ദുഃഖത്തിലാണ് ഞാനിരിക്കുന്നത്. നോക്കണം, എന്താ ഈ പൊട്ടനെ പറയുക? ഇത്രയൊക്കെ സ്വത്ത് ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താനല്ല, ഇനി എനിക്ക് ആരും തരാനില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്നവനെ കുറിച്ച് എന്താ പറയുക? അതാണ് ജീവിതം. ഉള്ളതിന്റെ മഹത്വം ഒട്ടും അറിയുന്നില്ല. മനസ്സിലായില്ലേ? എന്തൊരു അനുഗ്രഹം വേണം, മനസ്സിലാവുണ്ടല്ലോ. ഈ ജീവിതത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുന്നതിലപ്പുറം ഒരു സുഹൃതം വേണം. ദുർലഭം ത്രയമേ വൈതത് ദൈവാനുഗ്രഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ. ഭഗവാൻ അതാ പറയുന്നത്. ഇതൊരു സുഹൃതമാണ്. മറ്റേ ഭാഗവതത്തിൽ പറയും, അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപസുതം സുതം എന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. എന്തൊരു ഭാഗ്യമാണ് ഈ ജന്മം! ദേവന്മാർക്ക് പോലും കിട്ടാത്ത ഭാഗ്യം ഗോപകുമാരന്മാർക്കും ഗോപികമാർക്കും കിട്ടിയില്ലേ? കൃഷ്ണനെ കൂടെ ചേർത്ത് കൃഷ്ണനൂടെ ജന്മം സഫലമാക്കാൻ സാധിച്ചില്ലേ? ഇതുപോലെ ജന്മം സഫലമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുക. അതല്ലേ ജീവിതം. അതിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്.